ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ മാത്രമല്ല, മലയാള സിനിമയിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. കലാകാരന്മാർക്കിടയിൽ ജാതിയും മതവും രാഷ്ട്രീയവുമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. വെറുതെ പറഞ്ഞതല്ല. ഒരു കാലഘട്ടം വരെ അത് ശരിയായിരുന്നു, സത്യമായിരുന്നു എന്നുള്ളതാണ്. അത് തെളിയിക്കപ്പെട്ടതല്ലേ. പക്ഷെ ഇപ്പോൾ അത് കൂടി വരില്ലേ. ജാതി, വർഗീയത, മറ്റത് മറിച്ചത് വർദ്ധിച്ചു വരികയാണ്. ഇത് ആരുടെ മനസ്സിലാണ് ഈ കാടകൂള വിഷം കയറിയതെന്ന് ആലോചിക്കണം. എല്ലാവരും ഇതിൻ്റെ ഭാഗമൊന്നുമല്ല. ആരെങ്കിലും ഒരുത്തം മതി, തുനിഞ്ഞിറങ്ങിയാൽ പോരെ. ഇപ്പം അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ഞാനിത് പറയാൻ കാരണം, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, പറയാൻ കാരണം ഈ അടുത്ത കാലത്ത് നടന്ന 2-3 സംഭവങ്ങൾ വെറുതെ നടക്കുക. ഒന്ന് ആസിഫ് അലിയുടെ കാര്യം എടുക്കുക. ആസിഫ് അലി തൊട്ട് മുമ്പ് മമ്മൂട്ടിയുടെ പ്രിയപുത്രൻ ദുൽഖർ സൽമാൻ മലയാള പത്രങ്ങൾക്കല്ല, മറ്റു ഭാഷയിൽ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയിൽ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു, എന്നെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നു, എനിക്ക് വേണ്ട രീതിയിലുള്ള പരിചരണം തരുന്നില്ല, സ്നേഹം തരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഇപ്പോൾ ദുൽഖറിന് പടങ്ങൾ മലയാളത്തിൽ കുറവാണ്. പക്ഷേ അത് കുറവല്ല. ദുൽഖറിന് എത്ര സിനിമ വേണമെങ്കിലും ഇപ്പോൾ എടുക്കാം. ദുൽഖർ റെഡിയാണെങ്കിൽ സിനിമ ചെയ്യാൻ എത്രയോ നിർമ്മാതാക്കൾ ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. ഇവിടെ ഇല്ലെങ്കിലും വിദേശത്ത് നിന്ന് വരും. ഒന്നും വേണ്ട, 2-3 കമ്പനി അവരുടെ പേരിലുണ്ട്, സിനിമാ കമ്പനി ഇവിടെ, അതെടുക്കാം. അതൊക്കെ പോട്ടെ. ഇപ്പോൾ ഈ ദുൽഖർ പറഞ്ഞതിൻ്റെ ഈ ഒരു കാര്യത്തിലേക്ക് വരാൻ കാരണം, മറ്റു ഭാഷകളിൽ, മറ്റു സംസ്ഥാനങ്ങളിൽ, മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റ് ഒരു പ്രധാന ഘടകം തന്നെയാണത്. അത് ദുൽഖർ പറഞ്ഞു കഴിഞ്ഞു. ദുൽഖറിനെ പോലെ എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തു ഇണങ്ങി ജീവിക്കുന്ന ഒരു നടനെ സംബന്ധിച്ച്, അത് ബഹുഭാഷയിലെ നടനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പറയാൻ, വേദനാജനകമായി പറയാൻ കാരണം വരുമ്പോൾ മറ്റുള്ളവർ സ്ഥിതി എന്തായിരിക്കും? ഇപ്പോൾ ദുൽഖറിനെ വെച്ചാൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു തോന്നലുകൾ ശരിയായിരിക്കാം, വേണ്ട രീതിയിലുള്ള ഒരു ആരാധന കിട്ടുന്നില്ല, താല്പര്യം കിട്ടുന്നില്ല, ഒക്കെ ഉണ്ടായിരിക്കാം, ശരി, അത് സമ്മതിക്കുന്നു. മറ്റു ഭാഷകളിൽ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കാം. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ, കൊച്ചുമഴ അടുത്ത സംസ്ഥാനമാണിത്, സിനിമക്കാരെ ഇത്രയേറെ ആരാധിക്കുന്ന ഒരു സംസ്ഥാനം അവിടെ ഇല്ല എന്നാലോചിക്കണം. കാരണം ഞാൻ ഫാസിലിൻ്റെ അനുഭവം തന്നെ പറയാം. ഫാസിലൊരു തവണ വണ്ടി ഓടിച്ച് പോകുമ്പോൾ റൂട്ടൊന്ന് തെറ്റി, ഫൈൻ അടിക്കണം. ശരിക്കും പോലീസുകാർ തടഞ്ഞു നിർത്തി. സംസാരിച്ച ഫാസിൽ പറഞ്ഞു, ഞാൻ ഫാസിൽ ഡയറക്ടറാണ്, അന്ന് വർഷം 16 സിനിമ സംവിധാനം ആ സമയത്തുള്ള സമയമാണെന്നുണ്ട്. അപ്പം അത് കണ്ട് ആ ട്രാഫിക്കിലെ പോലീസുകാരൻ സല്യൂട്ട് അടിച്ചു ഫാസിലിന്. പോങ്ക സാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായാലും സ്ഥിതി. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കലാകാരന്മാരുടെ ആരാധന വർദ്ധിക്കും, കൂടും. ഇവിടെ നമുക്ക് പുച്ഛമാണ്. അത് സിനിമാക്കാരോട് മാത്രമല്ല, പുച്ഛമാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ള നിലയ്ക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ നോക്കട്ടെ. ഇപ്പോൾ ദുൽഖറിൻ്റെ പുതിയ സിനിമ, ആ കമ്പനി എടുത്ത കുറിപ്പ് സക്സസ് ആയിരുന്നു. ആ കുറിപ്പിൻ്റെ 2ാം ഭാഗം എടുക്കാൻ പോവുകയാണ് അവർ. അതിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ട വാർത്തയുണ്ട്. അതിന് സജീവമായ പ്രവർത്തനം നടക്കുമ്പോഴാണ് മലയാളത്തിൽ സിനിമ കുറഞ്ഞു എന്ന് പറഞ്ഞത്. കുറഞ്ഞിട്ടില്ല. പക്ഷേ ദുൽഖർ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്, നിങ്ങളോടൊപ്പം നിൽക്കാൻ ഈ രാജ്യത്ത് കുറേ പേരുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മമ്മൂട്ടിയുടെ കാര്യം അറിയൂ. ഞാൻ അത്രയും വർഷം മാധ്യമ പ്രവർത്തനമായിരുന്നു. ഈ പറയുന്നതോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം അത്രയും സിനിമകളുടെ ഷൂട്ടിങ്ങിന് രാവും പകലുമില്ലാതെ ഞങ്ങളുടെ പത്രപ്രവർത്തന ഭാഗമാണ്, ഞങ്ങളുടെ വാരികയ്ക്ക് വേണ്ടി ഒപ്പം നടന്ന ഒരാളാണ്. അന്ന് എടുത്ത സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സിനിമകളായിരുന്നു ആലോചിക്കണം. മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് അത്രമാത്രം മാർക്കറ്റ് വാല്യുള്ള നടനായിരുന്നു മമ്മൂട്ടി എന്ന് ആലോചിക്കണം. ആ സിനിമകൾ ഇന്നത്തെ പോലെയല്ല. ഇപ്പോൾ ഓണത്തിന് അന്നത്തെ കാലത്ത് എത്രയോ സിനിമകൾ ഇറങ്ങും. അപ്പോൾ മമ്മൂട്ടിയുടെ പടം തന്നെയാണ് 3-4 ഒരുമിച്ച് ഇറങ്ങുമെന്ന് ആലോചിക്കണം. അപ്പോൾ അങ്ങനെ ഇറങ്ങിയൊരു ഘട്ടത്തിൽ 2-3 സിനിമകൾ അടുപ്പിച്ച് പരാജയപ്പെട്ടപ്പോൾ, ജോഷി അടക്കമുള്ള സംവിധാനം ചെയ്ത ഈ പടങ്ങൾ പരാജയപ്പെട്ടപ്പോൾ സ്ഥിതി എന്താണെന്നറിയാമോ? മമ്മൂട്ടി ഇല്ലാതായി, മമ്മൂട്ടി ഇനി തിരിച്ചു വരില്ല എന്ന് എഴുതി തള്ളിയതാണ് ഇവിടുത്തെ സിനിമാ ലോകം എന്ന് ആലോചിക്കണം. അതിലേറ്റവും സങ്കടകരമായ അവസ്ഥ, മമ്മൂട്ടിയെ വെച്ച് കാശുണ്ടാക്കിയ നിർമ്മാതാക്കൾ
ഒരു 10-15 നിർമ്മാതാക്കൾ അഡ്വാൻസ് കൊടുത്തിരുന്നു ആലോചിക്കണം. അവർ ചിന്തിച്ച് ഇനി ഇവനെ വെച്ചാൽ നമ്മൾ പൊടിയും, അഡ്വാൻസ് ചിലർ വിചാരിച്ച് അഡ്വാൻസ് അല്ലേ പോയുള്ളൂ, മറ്റു ചില അഡ്വാൻസ് കൂടി പോകാൻ പാടില്ല എന്ന് അഡ്വാൻസ് പോലും തിരിച്ച് വാങ്ങിച്ച പ്രൊഡ്യൂസറെ എനിക്കറിയാമെന്ന് ആലോചിക്കണം. അവിടെയൊക്കെ അത് നമ്മൾ വേറൊന്നും പറയുന്നില്ല. അത് അന്നത്തെ മമ്മൂട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ചു. മമ്മൂട്ടിയും വിചാരിച്ചു താനിനി വരില്ല, തിരിച്ചു വരില്ല എന്നാലോചിച്ചു. അങ്ങനെ അപ്പോൾ തിരിച്ചു വന്നില്ലേ? വന്നു. അവസാനം നമ്മളെന്താ ചീട്ട് കളിക്കുമ്പോൾ ഒരു അവസാനത്തെ കേട്ട് വെറ്റാന്ന് പറഞ്ഞ പോലെ ഒരു തിരിച്ചറിയാൻ വേണ്ടി ശ്രമം നടന്നു. അപ്പോൾ അന്ന് തനിയാവർത്തനത്തിൽ നല്ല പേരെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവരെ തുരുപ്പിച്ചിട്ടെന്ന് പറയുന്നത് ന്യൂഡൽഹി ആണെന്ന് ആലോചിക്കണം. ന്യൂഡൽഹി അടുത്ത് ജൂബിലി ജോയ് ഇവർ ടീമിലാണ്, ജോഷിയൊക്കെ ഒരു ടീമാണത്. ഇവർക്ക് ഇനി ജീവൻ കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കുന്ന ആലോചിക്കണം. അപ്പം അങ്ങനെ ന്യൂഡൽഹി ഷൂട്ടിംഗ്. ന്യൂഡൽഹി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ മമ്മൂട്ടിയുടെ മാത്രമല്ല, മമ്മൂട്ടി, ഡെന്നീസ് ജോസഫ്, ജോഷി, ജൂബിലി ജോയ്, ഇങ്ങനെ ഈ 4 പേരുടെ ഭാവിയാണെന്ന് ആലോചിക്കണം. കാരണം മറ്റു പൊളിഞ്ഞ സിനിമകളുമായി ബന്ധമുള്ളവർ ഇവർ തന്നെയാണെന്ന് ആലോചിക്കണം. ഇവരൊക്കെ തകർന്നു എന്ന് ആലോചിക്കണം. ന്യൂഡൽഹി റിലീസ് ചെയ്യുന്ന ദിവസം മമ്മൂട്ടിയൊന്നും ഇവിടെ ഉണ്ടായില്ല. മമ്മൂട്ടിയൊക്കെ വേറൊരു സിനിമയ്ക്ക് വേണ്ടി കാശ്മീരിലോ മറ്റോ ആയിരുന്നു ആലോചിക്കണം. അപ്പം ഞങ്ങൾ കുറച്ച് പേര്, നമ്മൾ പത്രക്കാർ മാത്രമല്ല, അന്ന് ഞാനും ഹനീഫയാണ് ആ സിനിമ കാണാൻ, അതായത് എറണാകുളത്താണ് ഞങ്ങൾ കാണാൻ പോയത്. ഞങ്ങൾക്കൊന്നും സീറ്റൊന്നും കിട്ടിയിരുന്നില്ല. എന്നിട്ട് അവിടെ വിളിച്ച് ഞങ്ങൾ എവിടെ മുമ്പിലൊരു കസേര സൈഡിലേക്ക് ഇട്ട് കണ്ട് സാടെ കാണിച്ചു. ഞാൻ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ ഹനീഫ ചാടി എണീറ്റിട്ട് ഏട്ടാ രക്ഷപ്പെട്ടാന്ന് കൈയടിക്കണത് അതൊരു ആത്മാർത്ഥമായിരുന്നു അറിയിക്കണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് റിപ്പോർട്ട്. പിന്നെ കോൾ വരുന്നു അവിടുന്ന്, എന്തായി? അപ്പോൾ അനീഫ വിളിച്ചു പറഞ്ഞ് ഞാൻ കേൾക്കുന്നതാണത്, രക്ഷപ്പെട്ടു മമ്മൂട്ടി, ഇത് നിങ്ങളുടെ എല്ലാവരും രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിരുന്ന എല്ലാവരും ആ സിനിമ കൊണ്ട് പിന്നെ എന്തെല്ലാം സംഭവിച്ചു. മമ്മൂട്ടിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ 74ാമത്തെ വയസ്സിലും, ഒരു വയസ്സ് കൂടിയൊന്നും പറയരുത്, ഞാൻ ഈ അടുത്ത വന്നിട്ടില്ലല്ലോ. അന്ന് മമ്മൂട്ടി ഏകനായിരുന്നു. മമ്മൂട്ടി ഒറ്റപ്പെടുത്താൻ വേണ്ടി സർവ്വസന്നാഹങ്ങളോടും കൂടി കുറേ പേരൂടെ ഉണ്ടായിരുന്നാലേക്കണം. ഇന്ന് അതാണോ സ്ഥിതി? ഇന്ന് നിങ്ങൾക്ക് ആസ്തി എത്രയാണ്? നിങ്ങൾക്ക് സ്വന്തമായി വിതരണ കമ്പനിയുണ്ട്, സ്വന്തമായ നിർമ്മാണ കമ്പനിയുണ്ട്, നിങ്ങൾ മൂളുമ്പോഴേക്കും സിനിമ എടുക്കാൻ ഒരു ആൾക്കാരുണ്ട്. ഇതൊന്നുമില്ല അവസരത്തിലാണ് മമ്മൂട്ടി ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ നിലയിലെത്തിയെന്ന് ആലോചിക്കണം. അപ്പോൾ ദുൽഖറിനോട് പറയാനുള്ളത് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ നിങ്ങൾ അറിയപ്പെടുന്നത് മമ്മൂട്ടിയുടെ മകൻ എന്ന പേരിൽ തന്നെയാണ്. പിന്നെന്താ അറിയേണ്ടത്? അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ, അറിയപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ മമ്മൂട്ടിയേക്കാൾ മികച്ചവനാണ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൻ പ്രണവന് പറയുമ്പോൾ മോഹൻലാലിൻ്റെ മകനെ പറയുള്ളൂ. ഷമിയെക്കുറിച്ചോ തിലകൻ്റെ മകനെ പറയുള്ളൂ. ഷമി നല്ല നടനല്ലേ, നടനാണ്. പക്ഷേ അവരച്ഛന്മാരൊക്കെ പ്രതിഭാശാലികളാണ്, അതുകൊണ്ട് അവരുടെ പേര് പറയുന്നു. അപ്പോൾ മലയാളത്തിൽ അംഗീകാരം നമ്മൾ ചോദിച്ച് വാങ്ങണ്ട ദുൽഖറെ, അത് കിട്ടും. കാരണം നമ്മളെ ഭാഗത്ത് നമ്മളത് മൈൻഡ് ചെയ്യണ്ട, ചിരിക്കുക. ഇതൊരു പ്രത്യേക ലോകമാണ് ഇവിടെ എന്ന് ആലോചിക്കണം. അതുകൊണ്ട് അടുത്ത കുറിപ്പിൻ്റെ 2ാം ഭാഗത്തിലേക്ക് പോവുക, അത് ആദ്യത്തേക്കാൾ നന്നായിട്ട് ചെയ്യുക, അതിൽ മമ്മൂട്ടിക്ക് കൂടി പ്രാധാന്യമുള്ള റോള് കൊടുക്കുക, ആ സാധനം ഹിറ്റാക്കുക. പിന്നെ ഈ വാക്കുകൾ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നു. എന്തായാലും ആ സിനിമ കഴിയുന്നതോടുകൂടി ദുൽഖറിന് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ടാകില്ല. ദുൽഖർ മമ്മൂട്ടിയുടെ നിലവാരത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ കഴിവിൽ, സ്വന്തം കഴിവിൽ കുറച്ചെങ്കിലും നമുക്ക് അഭിമാനം വേണം. മറ്റു പറയാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ മമ്മൂട്ടിയോട് ചോദിക്കൂ. മമ്മൂട്ടിയുടെ അനുഭവങ്ങളുടെ കഥകൾ മാത്രം മതി നിങ്ങൾക്ക് പ്രചോദനം കിട്ടാൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുറിപ്പ് 2ാം ഭാഗം എന്നാണ് തുടങ്ങുന്നത്? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ലല്ലോ, മമ്മൂട്ടിയുടെ റോള് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ സംസാരിക്കാം.